ഹായ് ഡിയേഴ്സ്, അപ്പോൾ ഇനി ഞാൻ വന്നിരിക്കുന്നത് നല്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോക്ലേറ്റ് ട്രഫിളിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇത് ശരിക്കും വെസ്റ്റേൺ കൺട്രീസിൽ, ഫ്രാൻസ് അതുപോലെ തന്നെ സ്പെയിൻ ഒക്കെയുള്ള കൺട്രീസിൽ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു സ്വീറ്റാണ്. രണ്ട് ചേരുവകൾ നമുക്ക് ആവശ്യമായിട്ടുള്ളൂ. അതുപോലെ തന്നെ നല്ല സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കുകയും ചെയ്യാം. ചെറിയ കുട്ടികൾ തുടങ്ങി മുതിർന്നവർക്ക് വരെ കഴിക്കാൻ വേണ്ടിയിട്ട് ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു ഫ്ലേവറാണ് ഇതിന്. അപ്പോൾ എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ടേക്ക് പോകാം. അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്തിട്ട് നമ്മൾ പാൻ ഒന്ന് ചൂടാക്കി എടുക്കണം. ഒത്തിരി ഹൈ ഫ്ലെയിമിലിട്ടിട്ടൊന്നും ചെയ്തെടുക്കരുത്. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ചൂടായി വരുമ്പോൾ 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരു കപ്പ് എന്ന് പറയുന്നത് 240 ml കപ്പാണ് കേട്ടോ. അപ്പോൾ കപ്പ് മെഷർമെൻറ്റ് വേണമെന്നൊന്നുമില്ല, ഏത് ബൗളാണോ എടുക്കുന്നത് ആ ബൗളിൽ തന്നെ 2 മെഷർമെൻറ്റും എടുത്താൽ മതി. അപ്പോൾ മുഴുവൻ ഞാനൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മതി. അതായത് നമ്മുടെ കണ്ടൻസ്ഡ് മിൽക്ക് ആദ്യം നല്ലൊരു ഒട്ടിപ്പിടിക്കുന്ന ഒരു പാകത്തിനുണ്ടാവും. ഒരു ഇത്തിരി ലൂസാകുന്ന രീതിയിൽ വേണം നമ്മൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു ചൂടോടുകൂടി തന്നെ ഒരു ബൗളിനകത്തോട്ടേക്ക് ചേർത്ത് കൊടുക്കണം. കാരണം ഈ ഒരു ചൂടിനകത്താണ് നമ്മളിത് മിക്സ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതിലെ രണ്ടാമത്തെ ചേരുവ എന്ന് പറയുന്നത് കൊക്കോ പൗഡറാണ്. അപ്പോൾ ഞാനിപ്പോഴും ഉപയോഗിക്കുന്നത് കാഡ്ബറിയുടെ കൊക്കോ പൗഡറാണ്. ഏത് ബ്രാൻഡ് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഡാർക്ക് കൊക്കോ പൗഡറോ ലൈറ്റ് കൊക്കോ പൗഡറോ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ജസ്റ്റ് ഒരു അരിപ്പ ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് വെച്ച് കൊടുക്കുക. കൊക്കോ പൗഡറിൻ്റെ അളവ് എന്ന് പറയുന്നത് നമ്മൾ 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് എടുക്കുന്ന സമയത്ത് ഞാൻ 1/2 കപ്പ് കൊക്കോ പൗഡറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അരിച്ച് തന്നെ ചേർത്ത് കൊടുക്കുക. എന്നാൽ മാത്രമേ നമുക്ക് ട്രഫിൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് റെഡിയാക്കി എടുക്കാൻ കഴിയുള്ളൂ. അപ്പോൾ മുഴുവനായിട്ട് അരിച്ചിട്ട് ഞാനൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തവി വെച്ച് യോജിപ്പിച്ച് നോക്കാം. അപ്പോൾ ആദ്യം ഇത് മിക്സായി കിട്ടാൻ കുറച്ചൊന്ന് സമയം എടുക്കും. അപ്പോൾ സമയം എടുത്തിട്ട് തന്നെ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പം ആദ്യം തന്നെ ബാറ്റർ ടൈറ്റ് ആണെന്ന് കരുതി വീണ്ടും കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് കറക്റ്റ് മെഷർമെൻ്റ് ആണ്. കണ്ടില്ലേ, അത്യാവശ്യം ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന ഒരു പാകത്തിന് തന്നെയാണ് നമ്മളിത് റെഡിയാക്കി എടുക്കുന്നത്. നമുക്ക് ആദ്യം ഒന്ന് തവി വെച്ചിട്ടൊക്കെ ഒന്ന് പാത്രത്തിനകത്തോട്ടൊക്കെ മാറ്റാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ലാസ്റ്റ് നമുക്ക് ശരിക്കും നല്ല രീതിയിൽ ഇത് കട്ട് ചെയ്യാനും റോൾ ചെയ്യാനും സാധിക്കും. അപ്പോൾ ഏത് പാത്രം വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഞാനിപ്പോൾ ബേക്കിംഗ് ട്രേ എടുത്തു എന്നേ ഉള്ളൂ. പക്ഷേ അതിൻ്റെ താഴ്ഭാഗത്തായിട്ട് ഒന്നുകിൽ ബട്ടർ പേപ്പർ അല്ലെങ്കിൽ അലൂമിനിയം ഫോയിൽ, അതും കയ്യിലില്ലെങ്കിൽ ജസ്റ്റ് ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് വിരിച്ചു കൊടുത്താലും മതി. കാരണം ഇത് കുറച്ച് സ്റ്റിക്കി ആയിട്ടാണ് ഉണ്ടാക്കുക. നമ്മളിത് വെച്ച് കൊടുക്കാതെ ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് നമുക്കിത് പാത്രത്തിനകത്തുനിന്ന് എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് ഇതെങ്കിലും ഉപയോഗിക്കണമെന്ന് പറയുന്നത്. ഇനി നമുക്കിതൊരു 1.5 മണിക്കൂർ തുടങ്ങി 2 മണിക്കൂർ വരെ ഞാൻ ഫ്രീസറിനകത്താണ് വെക്കുന്നത്. നിങ്ങൾക്ക് ഫ്രിഡ്ജിനകത്ത് വെക്കുകയാണെങ്കിൽ കൂടുതൽ സമയം വെച്ചിട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഫ്രീസറിനകത്ത് കറക്റ്റ് ഒരു 1.5 മണിക്കൂറാണ് ഞാൻ വെച്ചിട്ടുള്ളത്. ഓൾമോസ്റ്റ് ഇത് സെറ്റായിട്ടുണ്ട്. നിങ്ങൾക്ക് കൂടുതൽ ഹാർഡായിട്ട് വേണമെന്നുണ്ടെങ്കിൽ 4-5 മണിക്കൂർ വെക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ആദ്യമേ തന്നെ പ്ലേറ്റിനകത്തോട്ടേക്ക് കുറച്ച് കൊക്കോ പൗഡർ ഇതുപോലെ ഒന്ന് വെതറി കൊടുക്കണം. എന്നിട്ടാണ് നമ്മൾ ഈ പാത്രത്തിനകത്ത് നിന്ന് ഈ ട്രഫിൾ മാറ്റിയിട്ട് ഇതിലോട്ടേക്ക് വെച്ച് കൊടുക്കുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്കിത് ശരിക്കും പെർഫെക്റ്റ് ആയിട്ട് നല്ല രീതിയിലൊക്കെ കട്ട് ചെയ്തെടുക്കാൻ കഴിയും. അതല്ലെങ്കിൽ ഇത് കയ്യിൽ ഒട്ടിപ്പിടിച്ചിട്ട് നമുക്ക് ശരിയായ രീതിയിൽ ഇതിനെ റോൾ ചെയ്യാനൊന്നും കഴിയില്ല. അപ്പോൾ കൊക്കോ പൗഡർ ആദ്യം വെതറി കൊടുക്കുക. എന്നിട്ട് പാത്രത്തിനകത്ത് മാറ്റിയിട്ട് നമ്മൾ എന്താണ് ഉപയോഗിച്ച ബട്ടർ പേപ്പർ അലുമിനിയം ഫോയിൽ ഒന്ന് റിമൂവ് ചെയ്യുക. എന്നിട്ട് ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് വീണ്ടും കൊക്കോ പൗഡർ തന്നെ ജസ്റ്റ് ഒന്ന് വെതറി കൊടുക്കുക. നല്ലതുപോലെ ഒന്ന് വെതറി എല്ലാ സൈഡിലും ആയതിനു ശേഷം നിങ്ങൾക്ക് ഏത് ഷേപ്പിലാണോ ഇഷ്ടമായിട്ടുള്ളത് അതിനനുസരിച്ചിട്ടൊന്ന് കട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ കത്തി വെച്ചിട്ടൊക്കെ ചെയ്യുന്ന സമയത്ത് കണ്ടില്ലേ, ചെറുതായിട്ടൊന്ന് ഒട്ടിപ്പിടിക്കുന്ന ആ ഒരു രീതിയിൽ തന്നെയാണ് ഉണ്ടാവുക. പക്ഷേ അതിന് ശേഷം നമ്മൾ ജസ്റ്റ് കയ്യിൽ വെച്ച് റോൾ ചെയ്യുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഇത് തയ്യാറാക്കിയെടുക്കാൻ കഴിയും. അപ്പോൾ ഞാൻ ജസ്റ്റ് സ്ക്വയർ ഷേപ്പായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒത്തിരി ക്വാണ്ടിറ്റിയിലൊക്കെ വേണമെങ്കിൽ ഒരു ടിൻ മുഴുവനായിട്ട് കണ്ടൻസ്ഡ് മിൽക്കൊക്കെ വെച്ചിട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ മുഴുവൻ ഞാനിതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു പീസ് ഞാനൊന്ന് കാണിച്ചു തരാം. ഇനി കയ്യിൽ വെച്ചിട്ട് കയ്യിൽ ഞാനൊരു ഇത്തിരി ബട്ടർ ഗ്രീസ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ചെറുതായിട്ട് എല്ലാ സൈഡിലും കൊക്കോ പൗഡർ ഇല്ലാത്ത സൈഡിലൊക്കെ ഇതുപോലെ ഒന്ന് വെച്ചിട്ട് ഷേപ്പ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ മുഴുവൻ ഞാൻ റെഡിയാക്കി എടുത്തിട്ട് ഒരു പ്ലേറ്റിനകത്തോട്ടേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് നല്ല സോഫ്റ്റായിട്ടാണ് ഉണ്ടാവുക കേട്ടോ. കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റാണ് ശരിക്കും കണ്ടൻസ്ഡ് മിൽക്കും കൊക്കോ പൗഡറും കൂടി ഈ ഒരു കോമ്പിനേഷൻ. അപ്പോൾ നല്ല സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കുകയും ചെയ്യാം. ഇനി ഇത് സെർവ് ചെയ്യുമ്പോൾ സാധാരണ കൊക്കോ പൗഡർ നമ്മുടെ പ്ലേറ്റിൻ്റെ സൈഡിലൊക്കെ നമുക്ക് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. ഇത് ഓപ്ഷണലാണ് കേട്ടോ. നമ്മൾ സാധാരണ ഈ സെർവ് ചെയ്യുന്ന ഒരു രീതി കൂടി ഇതിനകത്ത് കാണിച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ ഇത് നിർബന്ധമൊന്നുമില്ല, ഇതുപോലെ കൊക്കോ പൗഡർ വെതറണമെന്നൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഗസ്റ്റൊക്കെ വരുമ്പോൾ സെർവ് ചെയ്യാനൊക്കെ ആണെങ്കിൽ ഇതുപോലെ ജസ്റ്റ് കൊക്കോ പൗഡർ അരിപ്പയിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് വെതറി കൊടുത്താൽ മാത്രം മതി. ഇത്രയേ ഉള്ളൂ. നമ്മുടെ ചോക്ലേറ്റ് ട്രഫിൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു ചെറിയ പീസ് നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ശരിക്കും കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവും. കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്ക് കഴിക്കാൻ ഒത്തിരി ഇഷ്ടമാകും. പിന്നെ നല്ല ഹാർഡാവണമെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ രാത്രി ഉണ്ടാക്കിയിട്ട് വേണമെങ്കിൽ രാവിലെയൊക്കെ എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഹാർഡായിട്ട് കിട്ടും. പക്ഷെ ഇങ്ങനെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ ഇനി നല്ലൊരു വെറൈറ്റി കാണാം. അതുവരെ ടേക്ക് കെയർ. ബൈ.